എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് സ്വന്തം ശരീരഭാരം കൂടിയതിനെപ്പറ്റി റോണ്ട തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ പറയുന്നത് അവരുടെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം ശരീരഭാരം കുറയാൻ പ്രയാസമാണ് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണ് അവരുടെ ശരീരഭാരം കൂടിയത് എന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ തുടർന്ന് വായിക്കാം. ഇത്തരം തടിയുള്ള ചിന്തകൾ മൂലം അതിനെ തന്നെ ഞാൻ എന്നിലേക്ക് വിളിച്ചു വരുത്തി. അത് എൻ്റെ അനുഭവമായി തീർന്നു. ഞാൻ ശരിക്കും തടിച്ചു വീർത്തു. ഞാൻ ഇങ്ങനെ തടിച്ചു വീർത്തല്ലോ എന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും തോറും കൂടുതൽ തടിച്ചു വീർക്കലിനെ ഞാൻ ആകർഷിച്ചു. ഈ ചെറിയ ശരീരഘടനയ്ക്കുള്ളിൽ ഞാൻ 143 പൗണ്ട് ഭാരമായി. ഇതിനെല്ലാം കാരണം എൻ്റെ തടിയുള്ള ചിന്തകൾ തന്നെ. ഭക്ഷണമാണ് ഭാരക്കൂടുതലിൻ്റെ കാരണം എന്നാണ് സാധാരണയായി ആളുകൾ കരുതുന്നത്. ഞാനും അങ്ങനെ കരുതിയിരുന്നു. നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത വിശ്വാസമാണത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായി മണ്ടത്തരമാണ്. ഭാരം വർദ്ധിക്കുന്നതിന് ഉത്തരവാദി ഭക്ഷണമല്ല, ഭക്ഷണമാണ് ഭാരക്കൂടുതലിന് കാരണം എന്ന നിങ്ങളുടെ ചിന്തയാണ് വാസ്തവത്തിൽ ഭാരക്കൂടുതൽ ഉണ്ടാക്കുന്നത്. ഓർക്കുക, ചിന്തകൾ ആണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണം. മറ്റെല്ലാം ആ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ ആണ്. ഉത്തമമായ ചിന്തകൾ ഉണ്ടായാൽ അതിൻ്റെ ഫലമായി ഉത്തമമായ ശരീരഭാരവും ഉണ്ടാകും. പരിമിതപ്പെടുത്തുന്ന ചിന്തകളെ കൈവെടിയുക. ഭക്ഷണത്തിന് നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി അനുഭവപ്പെടുന്ന ഭാരമാണ് ഉത്തമമായ ഭാരം. മറ്റാരുടെയും അഭിപ്രായം കണക്കിലെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് അനുഭവപ്പെടുന്ന ഭാരം തന്നെയാണ് ഏറ്റവും ശരിയായ ഭാരം. വളരെ മെലിഞ്ഞിട്ടാണെങ്കിലും ഭീമനെ പോലെ ഭക്ഷണം കഴിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അവർ വലിയ അഭിമാനത്തോടെ പറയും, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, എന്നാലും എൻ്റെ ശരീരത്തിന് എപ്പോഴും ശരിയായ ഭാരമായിരിക്കും. അതാണ് പ്രപഞ്ചം എന്ന ബോധം, താങ്കളുടെ ആഗ്രഹമാണ് എനിക്കുള്ള കൽപ്പന എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം. ഈ സൃഷ്ടിപ്രക്രിയയിലൂടെ ശരീരത്തിന് ശരിയായ ഭാരവും രൂപവും നേടാൻ ഇനി പറയുന്ന പോലെ ചെയ്യുക. ഘട്ടം 1: ആവശ്യപ്പെടുക. നിങ്ങൾക്ക് എന്തു ഭാരം വേണമെന്ന് തീരുമാനിച്ച് ഉറപ്പിക്കുക. ശരിയായ ഭാരം ആയാൽ നിങ്ങൾ എങ്ങനെയിരിക്കും എന്ന ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിക്കുക. മുൻപ് നിങ്ങൾക്ക് നല്ല ഉത്തമമായ ശരീരമുണ്ടായിരുന്ന കാലത്തെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ശേഖരിക്കുക. ഇടയ്ക്കിടെ അത് നോക്കുക. അങ്ങനെയുള്ള ചിത്രങ്ങൾ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശരീരത്തിൻ്റെ കുറേ ചിത്രങ്ങൾ എടുത്ത് ഇടയ്ക്കിടെ അത് നോക്കുക. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ വായിക്കുന്നതാണ്. താങ്ക് യു.